അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പഴ പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവേ, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക,
പെരുമയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവും നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു വെമ്പലുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ ജയിൽ മോചിതരാക്കണമെന്നും വിമുക്തരാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കി നമ്മളെ കുറ്റവിമുക്തരാക്കണമെന്നാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ അതിൻ്റെ ഒരു നിഴലാട്ടങ്ങൾ നമ്മുടെ നടപടി പുസ്തകം 17:30 കാണാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പൊ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുന്നത് ദൈവത്തെ. അറിയാവുന്ന പറയണവനെ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പൗലോസ് പറയുന്നില്ലേ? 1 കൊരിന്ത്യർ 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടതറിയുന്നില്ല. ഈ അറിവ് എപ്പോഴും വരണം എങ്ങനെയാണെന്ന് അറിയാമോ? അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ദൈവം മനുഷ്യരൂപത്തിൽ അയച്ച ഒരു കാലഘട്ടമുണ്ട്. ക്രിസ്തു അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളമ്പാൻ തുടങ്ങിയ കാലഘട്ടമുണ്ട്. അതാണ് കാലഘട്ടം. അതൊക്കെ മുമ്പുള്ളതാണ് അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴും ഇതിലൊരു സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറിയാമെന്ന് വിചാരിക്കുന്നവൻ, അജ്ഞതയുടെ കാലഘട്ടം അറിയാത്ത കാലഘട്ടമാണല്ലോ. അപ്പോൾ അറിയുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അറിയേണ്ട കാര്യം എന്താണെന്നുള്ള ഒരു വിഷയമില്ലേ? എന്താ അറിയേണ്ട കാര്യം നിത്യജീവനെക്കുറിച്ച് തന്നെയാണ്. അത് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമല്ല, ക്രിസ്തുവിലൂടെ ഉത്ഭുതമാകുന്ന വാത് തുറക്കപ്പെടുന്ന നിത്യതയുടെ കവാടത്തെക്കുറിച്ചാണ് അറിയണത്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിവുണ്ടെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് പറയണത് ഈ അറിവാണ്. എന്താണ്? നിത്യജീവന് നമ്മളെ സഹായകരമായ രീതിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണം. യേശുക്രിസ്തുവിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു 100,000 വോളിയംസ് എഴുതാൻ പറ്റും. പക്ഷേ ആ അറിവിൽ നിത്യജീവന് വേണ്ടി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന അറിവാണ് പിതാവ് ആഗ്രഹിക്കുന്ന അറിവെന്ന് പറയണത്. ഇതറിയാത്ത കാലം അജ്ഞതയുടെ കാലം തന്നെയാണ്. ഈ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. ചില സമയത്ത് നമ്മുടെ തെറ്റുകളെ, എന്നാൽ ഇപ്പോഴ് എല്ലായിടത്തും കൂടെ എല്ലാവരും അനുദപിക്കണം. എല്ലായിടത്തും കൂടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തുവിനെ ലോകത്ത് കൊടുത്തിരിക്കുന്നത് ലോകത്തിന് മുഴുവനായിട്ടുള്ള അനുതാപത്തിന് വേണ്ടിയാണ്. എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന്. എന്തിനാണ്? അവിടെ പാപത്തെക്കുറിച്ച്. കാര്യം എന്താണ്? മറ്റൊരു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് അർണോൾഡ് റോബർട്ട്സൺ. ഞാൻ ഇന്നത്തെ ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. എല്ലാം തന്നെ നടക്കാൻ അസാധ്യമായ കാര്യങ്ങളായിരുന്നു എനിക്ക് നടന്നിരുന്ന ഇതിന് മുമ്പുള്ള 2 സാക്ഷ്യങ്ങളും. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. എനിക്ക് വളരെ വിഷമപ്പെട്ട പ്രയാസപ്പെട്ട ഒരു കുടുംബ വിഷയത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത്. ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി എടുത്തതിൽ വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യം സാധിക്കില്ല. കാരണം
ഞാൻ വെച്ചിരുന്ന ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന ഇതാണ്. കാരണം ഭാഗോടമ്പടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, സഹോദരി മരിച്ചു, സഹോദരൻ മരിച്ചു. ഇനി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ പേരിലുള്ള 7 സ്ഥലങ്ങളുണ്ട്. അത് ഭാഗോടമ്പടി ചെയ്ത് മക്കൾക്ക്, എനിക്കും ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷേ അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുന്നതാണ്. ഇത്രയും കാലങ്ങൾ ഞങ്ങൾ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. വന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ, അത് ഭാഗോടമ്പടിക്ക് കൊടുക്കാനായിട്ട് വക്കീലിനെ സമീപിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, പുറത്തിരിക്കുന്ന മക്കളെല്ലാവരും വരട്ടെ, നിങ്ങളും വന്നാൽ മതി, ഉടനടി ചെയ്തു തരാം, നിങ്ങളൊരു 80,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ അടച്ച് എല്ലാ ആധാരങ്ങളും അതിൻ്റെ കോപ്പികളും കരടച്ച രസീതും എല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ അത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് നെയ്യാറ്റിൻകരയിലേക്ക് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പൈസകളും അടച്ചു എല്ലാം ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്, ഒരാൾ ദുബൈയിലുമാണ്. ഇവർ എല്ലാവരും കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടി എല്ലാം സൈൻ ചെയ്തും കൊടുത്തു. അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വസ്തുക്കളാണ്. പക്ഷേ ബാക്കി ഭാഗോടമ്പടി നടത്തിയാൽ മതി. പക്ഷേ ഈ വക്കീലിനെ വിളിച്ചിട്ട് 1 വർഷമായിട്ട് വക്കീൽ ഫോൺ എടുക്കത്തില്ല, എന്താണെന്ന് ഉത്തരം പറയത്തില്ല. എനിക്ക് ദിവസവും തിരുവനന്തപുരത്ത് പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഈ ഭാഗോടമ്പടി കിട്ടേണ്ട എല്ലാവരും അവിടെ നിന്നും വിളിക്കും. അവസാനം ഞാനാണ് ഈ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി. കാരണം അവർ പറയുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കൈവശമുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇവർക്കാർക്കും കൊടുക്കാതിരിക്കണം എന്നുള്ളൊരു പരാതി വരെ അത്രത്തോളം എത്തി. പ്രശ്നങ്ങൾ വളരെ വൈകി. അപ്പോൾ ഞാൻ 14/6 ഇവിടെ വന്ന ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 14-ാം തീയതി ആയാൽ എൻ്റെ ഉടമ്പടി തീരും. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ വന്ന് പത്രമൊക്കെ മടക്കാനും ഇടയ്ക്ക് ഇവിടെ പള്ളിയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വരും. അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഓഫീസിലുള്ളവർ പറഞ്ഞു, ഒന്ന് അച്ഛനെ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആധാരങ്ങളെല്ലാം അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് എനിക്കൊരു പേപ്പർ തന്നായിരുന്നു. ഇത്രയും സാധനങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്, മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഈ ആധാരങ്ങളും റിസീവ് ചെയ്തെന്നുള്ള ടൈപ്പ് ചെയ്തൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി ഒറിജിനൽ മുഴുവൻ കോടതിയിലാണെന്നാണ് പറഞ്ഞത്. ഞാനത് അച്ഛനെ ഡേറ്റ് ഇട്ട് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ആ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ മാതാവിനെ പോയി മുത്തിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട പൊക്കോ, അത് ഉടനടി തന്നെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 12/8 അത് അച്ഛൻ ബ്ലെസ് ചെയ്ത് തന്നത്. ഞാൻ വീട്ടിൽ പോയി 20-ാം തീയതി ആയപ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എടുക്കാൻ പറ്റും, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളൊരു 3000 രൂപ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആധാരങ്ങളെല്ലാം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് 3000 രൂപ ഇട്ട് കൊടുത്തു. അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നാ വരണ്ടേന്ന് ചോദിച്ചു. 22-ാം തീയതി എത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇനി 2000 കൂടെ വേണം. പക്ഷേ 2000 കൂടെ ഞങ്ങൾ അടച്ചു. പക്ഷേ സർവ്വ ആധാരങ്ങൾ 1-2 ആധാരമല്ല, 8 ആധാരമാണ് അവരുടെ കയ്യിലിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ആ കോടതിയിലിരുന്നത്. ഒറിജിനൽ മുഴുവൻ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മുഴുവൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരാഴ്ച 8 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. സമയത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ സമയം കുറച്ച് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകൾ MD ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പം എഴുത. അതുകൂടാതെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിക്ക് പോയതാണ്. ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു. എല്ലാ രേഖകളും പൈസയും എല്ലാം മൊബൈലിലേ ഉള്ളൂ, ക്യാഷായിട്ടും വേറെ ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്കാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, എന്നെ വിളിച്ചു, ആ ഫോണിൽ നിന്നാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞാനിപ്പോൾ അതേ ട്രെയിനിൽ കയറുകയാണ്, ട്രെയിൻ വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10
10 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് എന്നെ വിളിച്ച് പറയുന്നു, എൻ്റെ ഫോൺ കാണുന്നില്ല, ഫോൺ നഷ്ടപ്പെട്ടു, എനിക്കിനി വിളിക്കാൻ സാധിക്കത്തില്ല, നിൻ്റെ നമ്പറാണ്, ഞാൻ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ആ കടയിൽ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, മൊബൈൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നവരാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിൻ്റെ നമ്പറിലേക്ക് ആണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനടി മുട്ടൂത്തി ഞാൻ എടുത്തു വെച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ പൈസയില്ല, കോണ്ടാക്ട് ചെയ്യാനൊരു ആളും ഇല്ല, ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പല രേഖകളും അതിനകത്താണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു, മാതാവേ അദ്ദേഹം തിരിച്ചിവിടെ വീട്ടിലെത്തും മുമ്പ് ആ മൊബൈൽ കിട്ടിയെന്നൊരു അറിവ് എനിക്ക് ഉണ്ടാവണേന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ട്രെയിൻ കയറി അയാളുടെ കൂട്ടുകാരെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. ആ കടക്കാരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിലുള്ള ആൾക്കാരും എല്ലാവരും മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇല്ല ലഭിച്ചിട്ടില്ല, ഒരു അറിവും വന്നിട്ടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തായാലും അത് മേടിച്ച് തരണം, എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിട്ട് ആ മൊബൈൽ കിട്ടിയെന്ന് എനിക്കിന്ന്, അല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല എന്നും പറഞ്ഞ് ബൈബിളും പിടിച്ച് കട്ടിലേ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ഞാനിത് വിവരം മാതാവ് എന്നോട് പറഞ്ഞു തരാതെ ഞാൻ ഉറങ്ങില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു 12 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിലുണ്ട് മൊബൈലിൽ, കടക്കാരനെ അയച്ചു എന്നാണ്. ആ അവിടുത്തെ ഡസ്റ്റ്ബിന്നിനകത്ത് മൊബൈൽ സൈലൻ്റാണ്, കാരണം മൊബൈലിന് ചാർജ് ഇല്ലാത്ത കാരണം സൈലൻ്റാണ്. അപ്പോൾ അയാൾ ആ നോക്കിയ ഓരോ ഡസ്റ്റ്ബിന്നും അയാൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് അതിൽ ഒരു ഡസ്റ്റ്ബിന്നിൽ മൊബൈലുണ്ട്, ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇട്ട കൂട്ടത്തിൽ മൊബൈലും കിടക്കുമായിരുന്നു. അങ്ങേരെ എടുത്തു, അങ്ങേര് വേറൊരാൾ വഴി ഞങ്ങൾക്ക് കൊരിയർ ചെയ്ത് തന്നു. ആ സാധനം ഞങ്ങൾക്ക് അദ്ദേഹം കൊരിയർ ചെയ്ത് ഞങ്ങൾക്കത് 10-15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു മൊബൈലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡൽഹിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊന്നും ആരും തിരിച്ചു തരുന്ന ആളല്ല. ഇത് വെറും ഒരു ചായക്കട നടത്തുന്ന, കാപ്പിക്കട, റെയിൽവേ സ്റ്റേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സഹായിച്ചു. ഞാൻ കൊരിയറിനുള്ള പൈസ ഞാൻ പിന്നെയാണ് അന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അത്രമാത്രം അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുമ്പം കൈ കിടന്ന് റിങ് ലഗേജ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി. പക്ഷേ പുള്ളി അറിയണില്ല, പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരത്താണ് റിങ് നഷ്ടപ്പെട്ടത് അറിയുന്നത്. തിരിച്ചോടി വീണ്ടും കമ്പാർട്ട്മെൻറ്റിൽ വീണോന്ന് അറിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ലോഡ് ചുമക്കുന്ന ആൾ, ചുമട്ടുതൊഴിലാളി പറഞ്ഞു, എന്താ സാറേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ആ മോതിരം കിട്ടിയിട്ട് അവർ വേറൊരാളെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ മോതിരം അപ്പം തന്നെ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തപ്പോഴൊക്കെ പുള്ളിയാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി, അന്ന് ട്രെയിനിൽ നിന്ന് ഏറ്റവും മേളിലത്തെ സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വീണു. പക്ഷേ ഇത് ഇവിടെ നിൽക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. മുട്ടിടിച്ചെന്നുള്ളൊരു വേദനയില്ലാതെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൂക്ഷിച്ചു. 2ാമത്തെ ഉടമ്പടി എടുത്തെന്നാണ് ഈ മോതിരം കാണാൻ പോകുന്നത്. 3ാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ ഇത് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവിനെ പ്രാർത്ഥന. അപ്പോൾ അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും, ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമില്ല, നമ്മൾ അതിൽ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് അച്ഛൻ പല പ്രാവശ്യവും ഇവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അശ്രദ്ധകൾ നമ്മൾ ഉടമ്പടിയിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഓർപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തരുന്നത്. പിന്നെ കൂടാതെ ഞാൻ എൻ്റെ ഈ ഉടമ്പടിയുടെ ഒരുഴപ്പ് വന്നത് ജൂണിൽ എനിക്കൊരു പുതിയ സെർവൻറ്റ് വന്നു. അതുവരെ എനിക്ക് 4 മണിക്ക് എണീറ്റ് പാചകങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇവർ വന്ന് ജോയിൻ ചെയ്ത് ഇനി 2 ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് 6:30 മുമ്പ് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, കാരണം ഇവിടെ ഡെയിലി ബ്രെഡ് 5:30 അപ്പോൾ എന്നും 5:30 ഇത് അറ്റൻഡ് ചെയ്യണം, എനിക്ക് 4 മണിക്ക് എണീക്കണം. ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ദിവസം ഉറങ്ങി, എണീറ്റില്ല, ബെല്ലടിച്ചു, മൊബൈലിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു. പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ 5:30 മൊബൈൽ അടിക്കുന്നുണ്ട്, ഓഫ് ചെയ്തപ്പോൾ ഇത് അടിക്കുമ്പോൾ ഉള്ള പ്രകാശത്ത് നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലുമേൽ മാതാവിൻ്റെ പകുതി രൂപം തെളിഞ്ഞു. കാരണം ഞാൻ ഡെയിലി ബ്രെഡ് അതുവരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ജോലിക്കാരത്തെ കിട്ടിയല്ലോ, അപ്പോൾ ഇനി അവർ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തോളുമല്ലോ എന്ന് ഓർത്തിട്ട്, എന്നാൽ എണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കേണ്ട, 6:30 ആകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഉഴപ്പിന്
ആ സെക്കൻഡിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ അമ്മ മാതാവ് പോകണമെന്ന് ഞാനിവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് മാത്രം എന്താ അമ്മ വരാത്തത്, അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ഞാനിങ്ങനെ, എനിക്ക് അമ്മയില്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊന്ന് വന്നൂടെ എന്ന് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ കറക്റ്റ് ഞാൻ ആ ഉടമ്പടി ഉഴപ്പി അന്ന് തന്നെ വീട്ടിലെത്തി ഡോറയിൽ അതുപോലെ തന്നെ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ദേ മാതാവ് വീട്ടിൽ വന്നിരിക്കുന്നു, നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു. പുള്ളിയെ എണീറ്റ് കണ്ടിട്ട് സ്തംഭിച്ചങ്ങ് ഇരുന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പേടിച്ചു പോയി, അങ്ങ് ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി. അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പം കുറേ ഞാൻ ആർക്കെങ്കിലും എണ്ണയോ ഉപ്പോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ മാറുകയും ആശുപത്രികളിലൊക്കെ ഞാൻ പോകാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാനൊരു അമ്മയെ എടുത്ത് അവിടെ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു പകുതി ഭാഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തളർന്ന ആളാണ്, ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത. അവരെൻ്റെ കൂട്ടത്തിൽ അവിടെ തന്നെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ആൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ BA കഴിഞ്ഞു, നേഴ്സിങ്ങിന് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അതും 6ാം ക്ലാസ്സിൽ കിട്ടിയതാണ്, ആ കുട്ടിയെ പള്ളിയിൽ നിന്ന് തന്നാണ്. ഇതുവരെ അവനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ ബിസിനസ്സാണ്, അപ്പോൾ ഹോസ്റ്റലാണ്. അപ്പോൾ ഫീസില്ലാതെയും പല കുട്ടികൾ വരികയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാതെയൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും 3-4 കെട്ടും. ഞാൻ പണ്ട് പത്രം മേടിച്ചാൽ എങ്ങനെയും പള്ളിയിലോ എനിക്ക് കാണുന്ന എവിടെയെങ്കിലും കൊടുത്തത് തീർക്കണമെന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ആ പത്രം അത് ആവശ്യമുള്ളവരാണോ എന്ന് മാത്രം നോക്കിയിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടേ കൊടുക്കും, പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എടുക്കുന്ന പത്രങ്ങൾ കൊടുക്കും. പിന്നെ വസ്ത്രങ്ങൾ പറ്റുന്നിടത്തോളം മേടിച്ചിട്ടും അല്ലാതെയും പഴയതും ഒക്കെ ആയിട്ടും ആൾക്കാർക്ക് കൊടുത്തു വിടും. പിന്നെ അനാഥാലയത്തിന് ഭക്ഷണത്തിന് കൊടുക്കും, പള്ളിയിൽ അരി മേടിച്ചിട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ പാവപ്പെട്ടവർക്കായിട്ട് അത് ആഴ്ചയിൽ അവർ കൊടുക്കും, കഞ്ഞി വെച്ച് കൊടുക്കും ഒക്കെ ഉണ്ട്. എല്ലാ മാസവും പറ്റുകയാണെങ്കിൽ ഓരോ ചാക്കെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു 5% ഇവിടുത്തെ പള്ളിക്ക് തന്നെ ഞാൻ എല്ലാ മാസവും വന്ന് അടച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഭക്ഷണം ചിലപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി പൊതി കെട്ടിയിട്ട് കൊടുക്കും, ആശുപത്രിയിൽ പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം വന്ന് ഒരു ദിവസം ഒരു അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞ് ആര് വന്നാലും ഞാൻ സാധാരണ അവിടെയുള്ള ഹോസ്റ്റലുകാർ പുറത്തുനിന്ന് അങ്ങനെ വരുന്നവരെ കയറ്റാറില്ല. എങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ഞാൻ നിർത്തി ഒരു ദിവസമോ 2 ദിവസമോ പൈസ ഇല്ലെങ്കിൽ പോലും നിർത്തി ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ. ആരെൻ്റെ അടുത്ത് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ വിടാറില്ല. പക്ഷേ മാതാവ് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വരാനുണ്ട്, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ കൂട്ടി എനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗിക്കും. ആ അച്ഛൻ്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും കേൾക്കാതെ കിടക്കത്തില്ല. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലെ ബൈബിൾ എടുക്കും. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന. എന്നോട് ബൈബിൾ നന്നായിട്ട് സംസാരിക്കാം, ഈശോ നന്നായിട്ട് എന്നോട് സംസാരിക്കും. കാരണം എനിക്ക് എന്താണ് നമ്മൾ പ്രശ്നം എന്ന് വെച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എടുക്കുമ്പോൾ പേജിൽ അതിൽ തന്നെ എനിക്ക് മറുപടി തന്ന് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ പല പ്രാവശ്യവും കുർബാനയിൽ ഈശോയെ പള്ളി കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 3 പ്രാവശ്യത്തോളമായി എനിക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുർബാന നടക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നും. കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നുകയും ഈശോയെ എനിക്ക് അവിടെ പള്ളിയിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പം 3-4 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ധാരാളമുണ്ട്. ഞാൻ ഇവിടെയും വന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മടക്കാൻ സമയമുള്ളപ്പോൾ ഒക്കെ മടക്കും. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെത് 10-ാം തീയതിക്കുള്ളിൽ ഞാനിവിടെ ഒരു ഷെയർ ഇവിടെ പള്ളിയിൽ അടയ്ക്കും. കാരണം ഇവിടെ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിട്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഇവിടെ ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു രോഗിയായിരുന്നു. ഷുഗറിൻ്റെ അസുഖം വളരെ അധികം എനിക്കുണ്ടായിരുന്നു. എനിക്ക് 380, 340 ഇങ്ങനെയുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. എന്നാലും എനിക്ക് കുറയത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ ഒരിക്കലും എൻ്റെ ഉടമ്പടിയിൽ എനിക്കിന്നത് വേണമെന്ന് ഇന്ന് വരെ ഇവിടെ ഉടമ്പടിയിൽ ഒരു ആവശ്യം വെക്കാറില്ല. എനിക്കിന്ന ആവശ്യം എന്നാണ്, എൻ്റെ ആരോഗ്യം വേണം, അങ്ങനെ ഞാൻ പറയാറില്ല. എനിക്ക് പരിചയപ്പെട്ടവർക്കും അടുത്തവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലും പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ചു, മാതാവേ ഓടി നടന്ന് ഇവർക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ ആരോഗ്യം എന്താണ്, ഷുഗർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഷുഗർ 2 മാസമായിട്ട് നോർമലിലും താഴെയാണ്.
എല്ലാ ദിവസവും നോക്കുമ്പോൾ 120 താഴെയാണ്. ഞാൻ എല്ലാ ദിവസവും രാത്രി എണ്ണ കുരിശ് വരച്ച് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ എനിക്ക് രോഗസൗഖ്യവും നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 2024 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് തന്നെ മാതാവിൻ്റെ അടുത്ത് വരുന്നത് അന്ന് തന്നെ ഞാനാണ് ഉടമ്പടി എടുത്തത്. അന്ന് ആക്ച്വലി ഉടമ്പടി എടുക്കാനല്ല ഞാൻ വന്നത്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു BPharm സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ എക്സാംസിന് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നിയുകൊണ്ട് എനിക്ക് തോന്നി മാതാവിനെ കണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആവും തോന്നി ഞാൻ അന്ന് അച്ഛനെ കാണാൻ വന്നു. എൻ്റെ മമ്മിയുടെ പേര് മിനി. മമ്മി ഇവിടെ 2022 തൊട്ട് ഉടമ്പടി എടുത്തേക്കുന്നതാണ്. അപ്പം മമ്മിയുടെ കൂടെയാണ് ഞാനിവിടെ വന്നത്. അന്ന് മമ്മിയുടെ ഉടമ്പടിയിൽ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ 19 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 18 എബോവ് ആണെങ്കിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ജലദോഷം അലർജി ഉണ്ട്. ഒരു 18 വർഷമായിട്ട് തുടങ്ങിയ അലർജിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ഡേ ഭയങ്കര ജലദോഷമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ കൂടുതലും സഫർ ചെയ്തേക്കുന്നത്. പേപ്പറൊക്കെ എഴുതാൻ നേരത്തെ എനിക്ക് എഴുതാൻ പറ്റില്ല. കൈയൊക്കെ ഫുൾ വെറ്റായിരിക്കുമായിരുന്നു, ഭയങ്കര നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പേപ്പറൊക്കെ നനയുമായിരുന്നു. അപ്പോൾ ഇത് കാരണം ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. കാരണം എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനോട് നിന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛാ എനിക്ക് ജലദോഷമുണ്ട്, അലർജിയാണെന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ബോഡി ഹീറ്റ് ആക്കണ്ട, നല്ലോണം ഫുഡ് കഴിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അതേ പിന്നെ ഇതുവരെ എനിക്ക് ആ ജലദോഷം വന്നിട്ടില്ല. 18 വർഷമായിട്ടുള്ളൊരു ജലദോഷമായിരുന്നു. ഇതുവരെ അതെനിക്ക് വന്നിട്ടില്ല. ഇതിന് മാതാവിനോട് 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത് ഞാനൊരു BPharm സ്റ്റുഡൻ്റാണ്. സോ ഞാൻ ഈ കോഴ്സ് എടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല ഇത് ഒരു ഡിഫിക്കൽട്ട് കോഴ്സ് ആയിരിക്കുന്നു. കാരണം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തൊരു സബ്ജക്റ്റ് എനിക്ക് POC എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് സെമ്മിൽ ഒരു സബ്ജക്റ്റായിരുന്നു. ഇതെനിക്ക് ബാക്കായിട്ട് ഞാൻ എഴുതാണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കോളേജിലൊരു റൂളുണ്ട്, സെക്കൻഡ് ഇയറിൽ എക്സാം പാസ്സായില്ലെങ്കിൽ 4th ഇയറിൽ കയറ്റില്ല. അപ്പം ഇത് എനിക്ക് 2 അറ്റംപ്റ്റേ ഉള്ളൂ ഇനി പാസ്സാവാൻ. അതിന് മുന്നെയാണ് ഞാൻ വന്ന് സാക്ഷ്യം എടുത്തത്, ഉടമ്പടി എടുത്ത് ഞാൻ പോയി ഈ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി. അന്ന് ഞാൻ പാസ്സായില്ല. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കൃപാസിൻ്റെ പേപ്പർ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് എക്സാമിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ കൊടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി. എൻ്റെ കാശ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എക്സാമിന് പോയപ്പോഴും ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് പോയത്. അന്ന് ഞാൻ പഠിച്ചൊന്നുമില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, എന്താ പഠിക്കണം, എങ്ങനെ പഠിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ലായിരുന്നു. ആ സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ ചെന്നു, എക്സാം എഴുതി. മാതാവിൻ്റെ കാശ് ഞാൻ കയ്യിലെടുത്തിട്ട് ആ പേപ്പറിൽ ഞാനിങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഞാൻ ഈ എക്സാം എഴുതാൻ വരരുത്, എന്നെ ഇടയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പ്. അത് ഞാൻ ആ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ ഈ പേപ്പർ കൊടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ ഇത് പാസ്സാക്കി തന്നോണം, ഇനി ഞാൻ ഇത് എഴുതാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അത് എഴുതി എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിന് പാസ്സായി. ഇല്ലെങ്കിൽ ഞാൻ ഒരു ഇയർ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഞാൻ പഠിക്കണമായിരുന്നു. പക്ഷെ അത് മാതാവ് എനിക്ക് ഇടയാക്കിയില്ല. മാതാവ് എന്നെ പാസ്സാക്കി തന്നു ആ ഒരു അറ്റംപ്റ്റിൽ തന്നെ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ബാച്ചിലേഴ്സ് ലാസ്റ്റ് സെമ്മിൽ എനിക്ക് ഭയങ്കര കഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു BPharm. അപ്പം എനിക്ക് ലാസ്റ്റ് സെമ്മിൽ ഒരു സെമ്മെങ്കിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ എടുക്കണമെന്നായിരുന്നു. അപ്പം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി പോയി. അന്ന് ഞാൻ എക്സാം എഴുതി എല്ലാ പേപ്പറിലും ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം ഇങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇനി ഈ ഒരു സബ്ജക്റ്റ് പോലും എനിക്ക് തിരിച്ച് വന്ന് ഇനി എഴുതാൻ പറ്റരുത്, ഇടയാക്കരുത്, എല്ലാ സബ്ജക്റ്റും എനിക്ക് നല്ല മാർക്ക് എന്ന് പാസ്സാക്കണമെന്നും പറഞ്ഞു മാതാവിനോട്. അതേ എൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ അതിൽ ഇട്ടിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ 8th സെമ്മിൽ ഞാൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അതിന് മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഈ ആൾക്കാരുടെ മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്. എനിക്ക് ആകെ കൺഫ്യൂഷനാണ്, എന്തെടുക്കണം, എവിടെ പോകണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കുമായിരുന്നു. അപ്പം മാതാവ് എനിക്ക് ഒരു കോഴ്സ് കാണിച്ചു തന്നു. അത് എവിടെയാണെന്നും കാണിച്ചു തന്നു. അതിന് ഞാൻ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് ഞാൻ UK അപ്ലൈ ചെയ്തു. ഞാനത് ഒരു സാക്ഷ്യം ഞാൻ കേട്ട സമയത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സൈൻ എനിക്ക് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു സൈൻ എനിക്ക് തരാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഞാനും മമ്മി ഇങ്ങനെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ആ ചേച്ചി പോയത് UK ആയിരുന്നു. അപ്പം ഞാൻ ഫിക്സ് ചെയ്തു, എന്താണെങ്കിലും ഞാൻ ഇനി UK തന്നെ പോകുന്നത്, കാരണം മാതാവായിട്ട് എനിക്ക് പറഞ്ഞു തന്നൊരു സ്ഥലമാണ് UK എന്ന്.
അന്ന് ഞാൻ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് എല്ലാം വേഗം എന്നായിരുന്നു. ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം എല്ലാ കാര്യങ്ങളും വേഗം അപ്ലൈ ചെയ്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ലോണിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലോൺ അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തു നിന്ന് റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഓക്കെ ആയി കഴിഞ്ഞപ്പം അവർ ഡിസ്പേഴ്സ് ചെയ്തില്ല. എനിക്ക് എക്സാമിന് ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഫീസ് കെട്ടുന്നതിൻ്റെ. ആ ഫീസ് കെട്ടുന്നതിൻ്റെ ലാസ്റ്റ് 2 ദിവസത്തിന് മുന്നേ എനിക്ക് അത് ഡിസ്പേഴ്സ് ചെയ്യണം, കാരണം അവിടെ റീച്ചാണ്. പക്ഷെ ഇവർ ഡിസ്പേഴ്സ് ചെയ്തില്ല. അപ്പം അന്ന് ഞാൻ ഡെയിലി ബ്രെഡ് രാവിലെ കൂടാൻ നേരം അച്ഛൻ പറഞ്ഞു 48 ഹവേഴ്സിനുള്ളിൽ ഇത് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ അവർ കാശ് ഡിസ്പേഴ്സായി, എൻ്റെ ഫീസ് അവിടെ പേ ചെയ്തു. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു എൻ്റെ ഫീസ് പേ ആയി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാഷ് ലെറ്റർ, അതെന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ലെറ്റർ വരണമായിരുന്നു കോളേജിൽ നിന്ന്. അത് വരാൻ ഭയങ്കര ലേറ്റായി. അപ്പം ഞാൻ അതിനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഈ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് ഫുള്ള് മെമ്മറൈസ് ചെയ്ത പോലെയാണ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുന്ന ദിവസമാണ് എനിക്ക് ആ ഒരു മെയിൽ വന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇനി അറ്റൻഡ് ചെയ്യും, ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ക്യാഷ് ലെറ്റർ വരണമെന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ ഇവിടെ താഴെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന വഴിക്ക് മാതാവിൻ്റെ പ്രൊസഷൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പാസ്പോർട്ട് എടുത്തിട്ട് മാതാവിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയി, എൻ്റെ ക്യാഷ് ലെറ്റർ വേഗം വരും, എൻ്റെ വിസയും വേഗം വരും എന്ന് ഒറ്റ കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് വിത്തിൻ 1 മന്തിൽ തന്നെ എൻ്റെ ക്യാഷ് ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ വിസയും വിത്തിൻ 1 മന്ത് തന്നെ എനിക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ മാസം 24th ഞാൻ UK പോവാണ്. എൻ്റെ വിസയും എല്ലാം വന്നു. ഇതിനെല്ലാം തന്ന മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മമ്മി വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഹോസ്പിറ്റൽസിൽ, ലൈക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവിടെ, അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ആരെങ്കിലും പാവപ്പെട്ടവർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കാശായിട്ടോ അല്ലെങ്കിൽ ഫുഡായിട്ടോ മേടിച്ച് കൊടുക്കുമായിരുന്നു. കൃപാസന പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഞാൻ വിചാരിക്കുമായിരുന്നു, ഓക്കെ ഈ എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ എന്നെ കണ്ടു കഴിയുമ്പോൾ എന്ത് വിചാരിക്കുമോ, ഇവൾ ഭയങ്കര ഭക്തി ആയാലോ എന്നൊക്കെ ഒരു തോന്നൽ കാണുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ. അപ്പം ഞാൻ പറയും മമ്മിയുടെ അടുത്ത്, മമ്മി കൊടുത്തോ, ഞാൻ കൊടുക്കുന്നില്ല, മമ്മി കൊടുത്തോളാൻ പറയായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഞാൻ മാതാവിൻ്റെ അടുത്ത് കൂടുതൽ അടുത്തപ്പോഴാണെന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ തന്നെ കൊടുക്കാൻ തുടങ്ങി. മമ്മിയുടെ അടുത്ത് പറഞ്ഞു മമ്മി കൊടുക്കണ്ട, ഞാൻ തന്നെ പോയി എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചുമ്മാ കൊടുക്കുന്നില്ലായിരുന്നു. ഞാൻ ഹിന്ദിയും കന്നഡയും തമിഴും ആയിരുന്നു, പിന്നെ ഇംഗ്ലീഷും ആയിരുന്നു കൂടുതലും അവിടെ കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് എല്ലാവരുടെ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ഇതെങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും ഇവിടുത്തെ യൂട്യൂബ് ചാനലും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കാരണം കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ പിന്നെ ഞാൻ പേപ്പർ കൊടുക്കാനൊന്നും മടിച്ചിട്ടില്ല. അതിന് എൻ്റെ സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വേഗം ദേഷ്യം വരുന്നൊരു കൂട്ടത്തിലായിരുന്നു. ലൈക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ദേഷ്യം ഭയങ്കര കുറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ ഡെയിലി ഇപ്പോൾ പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും. ഡെയിലി രാവിലെ എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ എന്ത് കാര്യവും ചെയ്യുന്നത്. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇനി ഞാൻ മാതാവിന് 1000 നന്ദി ഞാൻ പറയും. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലീല സുകുമാരൻ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 17/1/2025. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് എൻ്റെ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട് വിറ്റ് ആ വീട് വിറ്റ പൈസ കൊണ്ട് ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. വീട് വിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ എഴുത്തുകുത്ത് സമയമായി. എഴുത്തുകുത്തിന് ചെന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ തരം മാറ്റം അത് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുത്തുകുത്ത്. എന്താണെന്ന് വെച്ചാൽ 2020 വരെ ഞങ്ങളുടെ വീട് വസ്തുവായിട്ട് ഞങ്ങൾ കരം അടച്ചുകൊണ്ടിരുന്നതായിരുന്നു. ആ 2020 കഴിഞ്ഞ് കരം അടയ്ക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ വസ്തു നിലവായിട്ട് കിടക്കുക, അതുകൊണ്ട് ഇത് എഴുത്തുകുത്ത് നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ് എഴുത്തുകുത്തിൻ്റെ ഡേറ്റ് അഡ്വാൻസ് വരെ തന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾക്ക് അവരോട് ഞങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ എല്ലാ ഫുൾ ബാധ്യതയും ഞങ്ങൾ ഏറ്റെടുത്ത് ഇത് തരം മാറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് കുറച്ച് പൈസ പിടിച്ചിട്ടതിന് ശേഷമേ ഇത് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞ്. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ
അത് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ തരം മാറ്റാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തരം മാറ്റാൻ 2020 മുതൽ തരം മാറ്റാൻ കിടക്കുന്ന ഒത്തിരി അപേക്ഷകൾ കിടക്കുന്നു. ഞങ്ങൾ കൊടുത്തേക്കുന്ന 2023 ലാസ്റ്റാണ് കൊടുത്തേക്കുന്നത്. എങ്ങനെ സാധിക്കും അറിയത്തില്ല. കടം കൊടുക്കാനുള്ള ഒരു പൈസ കൊടുക്കാനുള്ളവരെല്ലാം നിരന്തരം വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു. എന്ത് ചെയ്യുമെന്ന് ഒരു നിവർത്തിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും ഭയങ്കരമായി വിഷമത്തിലായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വരെ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾക്ക് പൈസ തരാനുള്ളവരുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് അവരുടെ കാല് പിടിച്ച് അവരോട് ഞങ്ങൾ 1 ലക്ഷം രൂപ ചോദിച്ച്, ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ തരാനുണ്ട്, നിങ്ങൾ 1 ലക്ഷം രൂപ താ. ആ പൈസ കൊടുത്ത് അവർ ഇപ്പോൾ പലിശ മാത്രം കൊടുത്തൊന്ന് നിലനിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തരത്തില്ലെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്ന്. പിറ്റേ ദിവസവും ഞങ്ങൾ പോയി. അവിടെ പോയ സമയത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുവായ ഉപ്പും കൊണ്ടുപോയി അവിടെ ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഞങ്ങൾ ഉപ്പിട്ട്, പിന്നെ ഇവിടുത്തെ നേർച്ച വസ്തുവായ തൈലം ഞങ്ങളുടെ ശരീരത്തും പുരട്ടി. കയറുന്ന ആ കതവിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ പുരട്ടിയിട്ട് പോന്ന് കഴിഞ്ഞ് ഉടനെ അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് അവരുടെ മോള് വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ഭർത്താവ് അറിയണ്ട, ഞാനും എൻ്റെ അച്ഛനും കൂടെ ചേർന്ന് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പൈസ തന്ന് ആ പലിശക്കാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റി. പിന്നെ ബാക്കിയുള്ളതെല്ലാം സാറ് പറയും. അങ്ങനെ തരം മാറ്റലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. നടന്ന് ആലപ്പുഴ കളക്ടറേറ്റിൽ ചെന്ന് അങ്ങനെ അവിടെ ഒരു പരാതി കൊടുത്ത് 24 ലാസ്റ്റ് പരാതി കൊടുത്ത് ഇത് തീർത്ത് തരണം, ഇതൊന്നും എങ്ങനെയെങ്കിലും ശരിയാക്കി തരണമെന്നും പറഞ്ഞ് പരാതി കൊടുത്തപ്പം പറഞ്ഞ് അത് സാധിക്കത്തില്ല, നിങ്ങൾ വേറൊരാൾക്ക് എഴുതി കൊടുത്ത വസ്തുവാണ്, പിന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ പരിഹരിച്ച് തരുമെന്നും പറഞ്ഞ് അത് പരാതി റിജക്റ്റായി. അങ്ങനെ പ്രയോറിറ്റി ഒന്നും കിട്ടാതായി. വീണ്ടും കയറി ഇറങ്ങി. അടുത്ത ദിവസം വീണ്ടും ഇനി കളക്ടറുടെ അടുക്ക നേരിട്ട് കയറാമെന്നും പറഞ്ഞ് ഞാൻ ഇവിടുത്തെ അമ്മയുടെ അടുക്കൽ നിന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പുമായിട്ട് പോയി ഈ രജിസ്റ്റർ ചെയ്ത പേപ്പറിലേക്ക് ഉപ്പ് പിടിച്ചുകൊണ്ട് അവിടെ പോയി കളക്ടർ ഓഫീസിൽ കയറി. ഓഫീസിൽ കയറാൻ ചെന്നപ്പം പറഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ കയറി, അവിടെ കയറിയാൽ കാണാൻ പറ്റും, അവിടെ കാണിക്കുമെന്ന് പറഞ്ഞു പത്രം. അങ്ങനെ ആ അപേക്ഷ അവിടെ കാണിച്ച ഉടനെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളെല്ലാം പറഞ്ഞ് ഇവിടെ കയറാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇതിപ്പം കിട്ടത്തില്ല, 1 വർഷമെങ്കിലും താമസിക്കും, അത് ശരിയാക്കി തരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി വിഷമിച്ച് അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഇത് അടുത്തിരുന്ന് ഞാൻ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുക. ഇവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ ബെഞ്ചിലിരിക്കുമ്പോൾ ഡെപ്യൂട്ടി കളക്ടർ എന്നെ വിളിക്കുന്നു, ഇഞ്ഞു കയറി വാ സാറേ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ഊണിന് പോയേക്കോ ആൾക്കാർ. എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ബുദ്ധിമുട്ടില്ല, എനിക്കിതൊന്ന് തീർത്ത് തരണം. അയ്യോ ഇതൊരു വർഷം കഴിയാതെ തീരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ പേപ്പർ അവിടോട്ട് കൊടുത്തപ്പം ഇത് പേപ്പറിൽ ഉപ്പ് പറ്റിയിട്ടുണ്ട്. ഈ ഉപ്പെന്ന് 1-2 ഈ പൊടി പോലെ ഇതേ വീഴുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നു, വിഷമിച്ച് വീണ്ടും നടന്നു പോന്നപ്പോൾ അന്നേരമാണ് വീണ്ടും കളക്ടർ വിളിച്ചിട്ട് പോയി, കുഴപ്പമില്ല നാളെ ഞാൻ എഴുതി വിടാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വന്ന് ഒരിക്കൽ വില്ലേജ് വന്ന് ഒരു 10 ദിവസം വന്നപ്പോൾ എൻ്റെ പേപ്പർ വന്നു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചും പറഞ്ഞു, നിങ്ങളുടെ പേപ്പർ വന്ന് കാണത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ വന്ന് കാണും, നോക്കെന്ന് പറഞ്ഞു. അല്ല വരത്തില്ല, ഇതുവരെ വന്നില്ല, 2020 കൊടുത്തവരുടെ പോലും ഇതുപോലെ വന്നിട്ടില്ല, പിന്നെ നിങ്ങളുടെ ഇതെങ്ങനെ ശരിയാകാനാ എന്ന് പറഞ്ഞു. അല്ല സാറേ വന്ന് കാണും. നോക്കിയപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കിയപ്പം പേപ്പർ ഓർഡറായി റെഡിയായി വന്നിരിക്കുക. അതാണ് അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ ആദ്യത്തെ ഒരു അനുഗ്രഹം തന്നേക്കുന്നത്. അടുത്തയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടർ വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ്. 9 വർഷമായിട്ട് ഒരു വീട് പണിഞ്ഞു കൊടുത്ത വകയിലെ 3 ലക്ഷത്തിൽ ചില്ലറ രൂപ എനിക്ക് കിട്ടാനുണ്ട്. അങ്ങനെ കേസായി 9 വർഷത്തോളം ഇതിന് നടക്കുക. അങ്ങനെ കേസ് ഇടയ്ക്കിടയ്ക്ക് തള്ളിപ്പോവും, വിടും, വീണ്ടും വീട്ടുകാർ വരത്തില്ല, അങ്ങനെ എല്ലാം പ്രശ്നമായി. മധ്യസ്ഥത വെച്ച് ഇവർ മധ്യസ്ഥയ്ക്ക് വരത്തില്ല. അങ്ങനെ തരാനുള്ള ആൾ ഈ ഞാൻ വസ്തു കൊണ്ടുവന്ന് കേസായി ജപ്തി ചെയ്ത് ഈ വസ്തു വേറൊരാൾക്ക് അദ്ദേഹം കൈമാറിയപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഞാൻ ഈ വസ്തുവെല്ലാം ഉടമസ്ഥന് പൈസ കൊടുത്തിട്ടുണ്ട്, ആധാരം അവർക്ക് പോക്കുവരായിട്ടില്ല. അവരും ആകെ പറ്റിക്കപ്പെട്ട് എന്നോട് പറഞ്ഞ് ഞാനിതിൽ ആത്മഹത്യ ചെയ്യാൻ പോവുക. ആ മാഡം പറഞ്ഞ് ഞാനിത് ആത്മഹത്യ ചെയ്യാൻ പോവാ, എനിക്ക് വേറൊരു മാർഗ്ഗമില്ല, ഞാൻ അദ്ദേഹത്തിന് 34 ലക്ഷം രൂപയും കൊടുത്തതാണ്, നിങ്ങളുടെ പേരില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇനി ഈ പൈസ കിട്ടാതെ അങ്ങ് ഒഴിഞ്ഞു തരണം, അല്ലെങ്കിൽ ഞാനിതിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ വിഷമിച്ച് ആകെ പ്രശ്നമായി. അമ്മ എന്ത് ചെയ്യുന്ന അവരെ കാട്ടി ബുദ്ധിമുട്ടില്ല ഞാനിരിക്കുന്നത്. കാരണം ഈ വീട് പണിയാനായിട്ട് സൊസൈറ്റിക്ക്
വായ്പ എടുത്താൽ ഈ വീട് പണിത് ഞാൻ കൊടുത്തേക്കുന്നത്. അമ്മ ഇത്രയും എനിക്ക് ബുദ്ധിമുട്ട്, ഇപ്പോൾ എനിക്കും കിടക്കാടമില്ല, അവരും ഇത്രയും ബുദ്ധിമുട്ടിലായാലും ഇദ്ദേഹം ഇത്രയും പറ്റിച്ചല്ലോ എന്നുള്ള പറഞ്ഞ് വേദനിച്ച് അങ്ങനെ ഇരുന്ന് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം വീണ്ടും ഈ ഉടമ്പടി ഉപ്പും തൈലും ഒക്കെ ആയിട്ട് ഞാൻ പോയി ആ വീട്ടിലൊക്കെ കുറച്ച് പൂശി ആ ഉടമ്പടി ഉപ്പും ഇട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കേസായി വക്കീലുമായിട്ട് മധ്യസ്ഥയിലായി. ഒരു ദിവസം കൊണ്ട് വിളിച്ചിട്ട് പറയുന്ന ഈ 30-ാം തീയതി നമുക്ക് കേസ് തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മധ്യസ്ഥ പറഞ്ഞ് ഞാൻ റെഡിയാ. അങ്ങനെ മധ്യസ്ഥ പറഞ്ഞ് വക്കീലുമായിട്ട് പറഞ്ഞ് ആ പൈസയ്ക്ക് ഒരു മാസത്തെ അവധി പറഞ്ഞ് 1 മാസം കഴിയുന്നുണ്ട്. ആ 1 മാസം ആകുന്നുണ്ടെങ്കിൽ കോടതി അവധിയാവും. അത് ഞങ്ങളും അറിയുന്നില്ല. അപ്പോഴുണ്ട് അവർ 1 മാസം അവധി പറഞ്ഞ ആ ഡേറ്റ് പെട്ടെന്നുണ്ട് ആ വീട്ടുകാരൻ വിളിക്കുന്നു, നിങ്ങൾ വാ ഇപ്പോൾ ഉടനെ തന്നെ പൈസ റെഡി ആയിട്ടുണ്ട്, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മധ്യസ്ഥയ്ക്ക് ഇരിക്കുമ്പം സമയത്ത് തന്നെ ആ കസേരയിലും വക്കീലിൻ്റെ അടുക്കയെല്ലാം ഈ ഉടമ്പടി ഉപ്പും ആയിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ലേശം വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി ഉപ്പും വിതറിയിരുന്നു. അങ്ങനെ അവരെ അതിലിരിക്കുക. അതെല്ലാം പറഞ്ഞ് അങ്ങനെ മധ്യസ്ഥ ആയിപ്പോയത് തന്നെ. അപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 1 മാസം അവധി പറഞ്ഞത് പെട്ടെന്ന് 20 ദിവസം ആയപ്പോൾ പറയുന്നു നിങ്ങൾ വന്ന് ഈ പൈസ മേടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ്. അങ്ങനെ പൈസ കിട്ടി. ഞങ്ങൾ പോലും അറിയുന്നില്ല അടുത്ത 4 ദിവസം കഴിഞ്ഞാൽ കോടതി അവധിയാണെന്ന്. പിന്നെ നോക്കിയപ്പം കോടതി ഈ 4 ദിവസം കഴിഞ്ഞപ്പം കോടതി അവധിയായി. അങ്ങനെയുള്ള അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് കിട്ടിയത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ. അതുപോലെ തന്നെ വേറൊരു അനുഭവമുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്, ഇവിടുന്ന് ബിസിനസ് പരാജയമായ കാരണം ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ പോകുന്നതിന് എനിക്ക് യാതൊരു പരിചയവുമില്ല. ഭാഷയൊക്കെ കുറച്ച് എനിക്കറിയാമെങ്കിലും ഒരു വീട് കണ്ടുപിടിക്കാനൊന്നും എനിക്ക് പരിചയമില്ല. ഞാനും ഇവിടുന്ന് എൻ്റെ ഭാര്യയും കൂടെ ട്രെയിനകത്ത് കയറി ഒരു പരിചയമുള്ള ഒരാളെ സംഘടിപ്പിച്ച് തരണേ അമ്മ മാതാവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് ചെന്നപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഈ സ്ഥലത്തിറങ്ങേണ്ട ഒരാളുമായിട്ട് നേരെ പരിചയപ്പെടുത്തു. ഈ സ്ഥലത്തേക്ക് ഒരാളിനെ ഞങ്ങളുടെ കൂടെ ഇരുത്തി ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ആളിനെ റെഡിയാക്കി തന്ന് അദ്ദേഹം തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ടടുത്ത് ബസ്സിൻ്റെ ടിക്കറ്റ് വരെ എടുത്ത് ഈ ബസ്സിന് കയറിയാൽ മതിയെന്ന്. അവിടെ ചെല്ലുമ്പം പറയുന്നു, അപ്പോഴും പറഞ്ഞ് അമ്മയെ ഞാൻ ഏത് വീടെടുക്കും എനിക്കറിയത്തില്ല, എനിക്കൊരു അടയാളം തരണേന്ന്. ആ അടയാളം ഒരാൾ വന്നിട്ട് വീട് വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നത് അമ്മയും തിരുകുമാരനും കൂടി ഇരിക്കുന്ന ഫോട്ടോ പതിച്ച വീട്. ഇതിൽ കൂടുതൽ അടയാളം എനിക്ക് അമ്മ എന്തോ തരാനാ. ഞാൻ അവിടെ നിന്ന് തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ ഇത് മതിയാതെ എനിക്കറിയത്തില്ല ആ ഏത് വീടെടുക്കണം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. നമ്മൾ സ്ഥലം വിട്ട് പോയി കഴിഞ്ഞാൽ ഏത് വീടാണ് നമുക്ക് നല്ലതെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ എനിക്ക് അടയാളം തന്ന് ഈ 20-ാം തീയതി ഞങ്ങൾ അവിടോട്ട് പോവുകയാണ്. അമ്മയുടെ അനുഗ്രഹം മേടിക്കാനും കൂടി ഞങ്ങൾ വന്ന് ഈ അനുഗ്രഹങ്ങൾ. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത വിലയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ 1 മാസത്തിലെ അരിപ്പാട് ആശുപത്രിയുടെ വാതൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഫുഡ് കൊണ്ടുവെക്കുന്നത്. അങ്ങനെ ഉച്ച കൂടിയിരിക്കുന്നവർക്കും അവിടെയൊക്കെ അലഞ്ഞിരിച്ച് നടക്കുന്നവർക്കും അവിടെ ഒരു അലമാര പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഒരാഴ്ച 3-4 പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന 5-10 ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയും അവിടെ കൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് പോയപ്പം തന്നെ തമിഴ്നാട്ടിൽ പോയപ്പം തന്നെ 2 കെട്ട് പത്രം തമിഴ് പത്രവും മേടിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങുന്നതിനുള്ളിൽ തന്നെ ആ പത്രമെല്ലാം അവിടെ വിതരണം ചെയ്ത് അങ്ങനെ ഇവിടുന്ന് മാസത്തിൽ വന്ന് അമ്മയുടെ പത്രം മേടിച്ച് അവിടെ പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. സ്വഭാവത്തിന് പിന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും നല്ല ബോണ്ടിങ്ങിലല്ല. ഇവിടെ വന്നതിന് ശേഷം അമ്മയോട് ഈ വർത്തമാനം പറഞ്ഞിപ്പോൾ ഒരുപാട് ദേഷ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് 2 പേർക്കും അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഹാപ്പിയായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. അമ്മ ഇതിനെല്ലാം കാരണം ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മോൻ്റെതുണ്ട്. എൻ്റെ മോൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സുള്ള ആൾ ഇപ്പോഴും എന്തോ ബൈജിയോ ഗീജിയോ ഏതാണ്ട് കളിച്ചുകൊണ്ടിരിക്കുക റൂമിനകത്ത്. നിങ്ങൾ ഇരിക്കുന്ന ചെറിയ ആൾക്കാർ ശ്രദ്ധിക്കണം. അങ്ങനെ MSc പാസ്സായ മോന അങ്ങനെ റൂമിനകത്ത് അടച്ചിരുന്ന് കളിക്കുമായിരുന്നു. അമ്മയുടെ ഈ ഉടമ്പടി വസ്തു തൈലവും ഉപ്പും ചേർത്ത് അവന് ആഹാരങ്ങൾ കൊടുത്ത് അവനിവിടെ വരുത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ഈ പോയിട്ട് 15-ാം തീയതി കഴിഞ്ഞ 15-ാം തീയതി ബാംഗ്ലൂരിന് ജോലിക്ക് വേണ്ടി പോയിരിക്കുക. അവന് റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ അടച്ചിട്ട് കളിക്കുമായിരുന്നു. ഇത് കൊടുത്തതിന് ശേഷമാണ് അമ്മയാണെങ്കിൽ എപ്പോഴും കരഞ്ഞ് ഇനി കണ്ണുനീരില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന് മോനെ ഇവിടെ വരുത്തില്ലെന്ന് പറഞ്ഞ് ആ മോൻ ഇവിടെ വന്ന് 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇതൊക്കെ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. ഇതെല്ലാം അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോടാനുകോടി ഈ അനുഗ്രഹങ്ങൾ തന്നതിന് കോടാനുകോടി. എൻ്റെ പേര് റെനിറ്റ ബെന്നി. ഞാൻ കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്രയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരി 27-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു MSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിരുന്നു.
18 ഞാൻ പാസ് ഔട്ട് ആയതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 8 തവണ നെറ്റ് എക്സാം എഴുതിയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഒരു ചേച്ചിയുടെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷം എനിക്കന്ന് MSc കെമിസ്ട്രിയിൽ MG യൂണിവേഴ്സിറ്റിയിൽ 2nd റാങ്ക് ആയിരുന്നു റിസൾട്ട് വന്നപ്പം. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിരുന്നു. റീവാലുവേഷന് ശേഷം എനിക്ക് 2nd റാങ്ക് 1st റാങ്ക് ആയിട്ട് മാറി. ആ 1st റാങ്ക് ഉപയോഗിച്ച് എനിക്ക് ഇൻസ്പയർ എന്നൊരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റി. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ഈ ഇൻസ്പയർ ഫെലോഷിപ്പ് വെച്ച് ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. PhD ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐസറിൽ, തിരുവനന്തപുരം ഐസറിൽ എനിക്ക് PhD അഡ്മിഷൻ കിട്ടി. ഈ അഡ്മിഷനിൽ പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് ഓൺലൈനായിരുന്നു. ഓൺലൈനിൽ ഇൻ്റർവ്യൂ എനിക്ക് ആദ്യം നെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലായിരുന്നു, നെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂ നന്നായിട്ട് പങ്കെടുക്കാനും എനിക്ക് കിട്ടിയ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ, ഞാൻ അപ്ലൈ ചെയ്തത് ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഈ 2 പ്രൊഫസർമാരുടെ അണ്ടറിലേ ഞാൻ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഇത്തിരി പാടായിരുന്നു, ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്ത ഒരു സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് ഇപ്പോൾ വേക്കൻസി ഇല്ല. സാറിൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് റെഫർ ചെയ്തു. ആ സാറ് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു ഓർഗാനിക് കെമിസ്ട്രിയിൽ ആ സാറിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ആകെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്തത് ആ ഒരു സാറിനായിരുന്നു. അവിടെയാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് എനിക്ക് മനസ്സിലായി ആ സാറ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സാറായിരുന്നു, ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള സാറായിരുന്നു. അതെനിക്ക് PhDയിലുടനീളം എനിക്ക് മനസ്സിലായി. ഇത് കിട്ടി. PhDക്ക് ഞാൻ ജോയിൻ ചെയ്തു. 2020 ഓഗസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. കൊറോണ കാലമായിരുന്നു. 6 മാസം ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് കോഴ്സ് വർക്ക് ചെയ്തു. 2021 ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരം ഐസറിൽ പോയി ജോയിൻ ചെയ്തു. PhD വർക്ക് തുടങ്ങി, റിസർച്ച് വർക്ക് തുടങ്ങി. ആദ്യം എനിക്ക് റിസർച്ചിൽ മുൻ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ ലാബ് ഒരു പുതിയ ലാബായിരുന്നു, അതുവഴി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് റിസർച്ചിൽ മുൻ പരിചയം ഉണ്ടായിരുന്നു. എനിക്കതിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം 2 വർഷം നന്നായിട്ട് ഞാൻ ബുദ്ധിമുട്ടി. പക്ഷേ ആ സമയത്ത് കൊറോണ കാരണം എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനോ പുതുക്കാനോ സാധിച്ചില്ല. 2023 ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിസൾട്ടിൻ്റെ റീസൺ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പുതുക്കി എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയും ആ വർക്ക് 1 മാസത്തിനുള്ളിൽ എനിക്ക് പബ്ലിഷ് ചെയ്യാനും സാധിച്ചു. അങ്ങനെ 3 വർക്കുകൾ എനിക്ക് 2025 ഈ ജൂൺ വരെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി. ഈ 3 വർക്കിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ PhD ചെയ്യുമ്പം പേപ്പർ പബ്ലിഷ് ചെയ്യുന്നവർക്കറിയാം, വർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവിഷൻ ഉണ്ടാവും. 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഒക്കെ എടുത്ത് ചിലപ്പോൾ ചിലയിടത്ത് നമുക്ക് റിജക്ഷൻ വരും. പക്ഷേ എൻ്റെ വർക്കിൽ ആരും റിജക്റ്റ് ചെയ്തില്ല. ഈ 3 വർക്ക് ഞാൻ എവിടെയാണോ സബ്മിറ്റ് ചെയ്തത് അവിടെ എനിക്ക് അക്സെപ്റ്റായി. അതും സബ്മിറ്റ് ചെയ്യുന്നതിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ എനിക്ക് അക്സെപ്റ്റ് ആവുന്നുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ്. കാരണം എൻ്റെ റിസൾട്ട് സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയിലാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തവർക്കറിയാം, സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയിൽ PhD ചെയ്യുന്നവർക്കറിയാം ഈ സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുവാണെങ്കിൽ പിന്നെ അതിലൊന്നും വേറൊരു മറു ചോദ്യമില്ല. അപ്പോൾ എൻ്റെ വർക്കുകളിലെല്ലാം ക്രിസ്റ്റൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ചെയ്യുന്ന വർക്കുകളിൽ ഒരു മിനിമം 2 ക്രിസ്റ്റലെങ്കിലും വെച്ച് എനിക്ക് കിട്ടുമായിരുന്നു. ഞാനിത് ഞാൻ ചെയ്യുന്ന വർക്ക് ബെഞ്ചിൽ, ഞങ്ങൾ ലാബിൽ വർക്ക് ബെഞ്ചിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉപ്പ് ഞാൻ വിതറിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ക്രിസ്റ്റൽ വെക്കുന്ന ദിവസം ഞാൻ ഉപ്പ് വിതറും. എനിക്കപ്പം ഒരാഴ്ച അല്ലെങ്കിൽ മിനിമം 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ക്രിസ്റ്റൽ കിട്ടാറുണ്ടായിരുന്നു. മിനിമം 2 ക്രിസ്റ്റലെങ്കിലും വീതം എൻ്റെ 3 വർക്കുകളിൽ എനിക്കുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ്, അനുഗ്രഹത്താലാണ്. ഇവിടെ വന്ന് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ലാബിൽ പോവുക. അപ്പം എനിക്ക് 3 വർക്കും അങ്ങനെ പബ്ലിഷായി. അതിൽ 3-ാമത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും പരിശുദ്ധ അമ്മ തന്ന വർക്കാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റിൽ അധികം റിസൾട്ടും അല്ലെങ്കിൽ അതിന് റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വേറൊരു റിസൾട്ട് കിട്ടുകയും ആ വർക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഞാൻ സബ്മിറ്റ് ചെയ്ത അവിടെ തന്നെ എനിക്ക് അക്സെപ്റ്റ് ആവുകയും ചെയ്തു. ഈ വർക്ക് എനിക്ക് ജപ്പാനിലൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പോയി പോസ്റ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചു. ഈ വർക്ക് പരിശുദ്ധ അമ്മ തന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ഒരു നാഷണൽ കോൺഫറൻസിൽ ഞാൻ പോസ്റ്ററായിട്ട് പ്രസൻറ്റ് ചെയ്തപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് വർഷമാണ്, എനിക്ക് ഇതുവരെ ഒരു പോസ്റ്റർ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അമ്മ, നിൻ്റെ വർക്കാണ്, നീ എനിക്ക് ഇതിനൊരു അവാർഡ് തരണം.
പക്ഷേ എനിക്ക് കിട്ടിയ, ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോയ സ്ഥലത്ത് വെച്ച് എൻ്റെ പോസ്റ്റർ പ്രസൻറ്റ് ചെയ്തിരുന്നത് ഒരു തൂണിന് അപ്പുറത്തായിരുന്നു. ആരും വന്ന് കാണാനോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് വന്ന് നോക്കാനോ ഒന്നും സാധിക്കുന്നില്ലാത്തൊരു സ്ഥലത്തായിരുന്നു, അധികം ആൾക്കാരൊന്നും വരത്തില്ലാത്ത. പക്ഷെ ഞാൻ ആ പോസ്റ്റർ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിടുകയും അവിടെ എൻ്റെ പോസ്റ്ററിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പറയണമെങ്കിൽ അതിനെനിക്കൊരു തെളിവ് വേണം. അപ്പോൾ അന്ന് എനിക്ക് സംഭവിച്ചെന്താ, ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്തും ആ ഹോളിൽ ഇരുന്ന് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിരുന്നു. ചേച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി കെമിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചു. ചേച്ചിയുടെ പേര് മേരി എന്നായിരുന്നു. ചേച്ചിയുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മ അനൗൺസ് ചെയ്യുന്ന റിസൾട്ടാണ്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ അനൗൺസ് ചെയ്തപ്പം എനിക്കായിരുന്നു ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് ഓർഗാനിക് കെമിസ്ട്രിയിൽ. അതിൽ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എനിക്കിതിനിടയ്ക്ക് ഈ ഉടമ്പടിയുടെ ഈ സമയത്ത് എനിക്ക് 4 എന്നൊരു അക്കം ഡിജിറ്റ് എനിക്ക് തരുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പിന്നീട് ഈ സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രീ സിനോപ്സിസ്. അന്ന് എനിക്ക് മനസ്സിലായി അമ്മ തന്ന 4 എന്നുള്ള അക്കം എൻ്റെ PhD സബ്മിഷൻ പ്രീ സിനോപ്സിസിൻ്റെ ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ 4-ാം തീയതി. അങ്ങനെ ഞാൻ PhD 3 വർക്കും എൻ്റെ പ്രീ സിനോപ്സിസിന് മുമ്പ് പബ്ലിഷ് ചെയ്യാനും അതെനിക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചു. എനിക്കങ്ങനെ പ്രസൻറ്റേഷൻ അങ്ങനെ വലിയ കഴിവെന്നുള്ള ആളല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനതുകൊണ്ട് എവിടെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടോ അവിടെ എല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് വെതറും. അതുപോലെ തന്നെ എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കും തൈലം ഉപയോഗിച്ചും. കൂടാതെ കാശുരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഈ PhD കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അതോടൊപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം തിരുവനന്തപുരത്താണ് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഞാൻ ഈ പത്രം കൊടുക്കുമ്പം അവരോട് ചോദിക്കും, പക്ഷേ നിനക്ക് ഇത്രയും പഠിപ്പൊക്കെ ഉണ്ടായിട്ടും എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കണേ? അല്ലെങ്കിൽ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ഒരു പള്ളിയുടെ പുറകിൽ, ഇതിലൊക്കെ വലിയ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന എന്താണോ അത് മറ്റുള്ളവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതും. വിശ്വസിക്കുക, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഓരോരുത്തരുടെ അടുത്ത് പോയും പറ്റെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാശുരൂപം കൊടുത്തിട്ടാണ് ഞാൻ പോരാറ്. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് അവിടെയുള്ള വഴിയരികിലിരിക്കുന്ന ചേച്ചിമാർക്ക് അല്ലെങ്കിൽ ചേട്ടന്മാർക്ക് ഞാൻ ഭക്ഷണപ്പൊതി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ ലാബിലുള്ളതിൽ PhDസിൽ ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേരിൽ ഞാൻ മാത്രമാണ് മലയാളി, ബാക്കി എല്ലാവരും നോർത്ത് ഇന്ത്യൻസാണ്. അപ്പം അവർക്ക് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്നതിലെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് അല്ലെങ്കിൽ ഈശോ വഴി വാങ്ങിച്ചു തന്ന അനുഗ്രഹത്താലാണ് എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ അവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്. കൂടാതെ ഞാനിത് ഈ ഉടമ്പടി എടുത്തപ്പം എൻ്റെ വീട്ടിൽ ആർക്കും ഇതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാർക്കും ഇല്ല, റിലേറ്റീവ്സിനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ ചെന്നത്, കാരണം ഈ പത്രത്തിലും അവർക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് അവരുടെ മുൻപിലൊരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസി ചാൾസ്. എറണാകുളം ജില്ലയിൽ പനങ്ങാട് നിന്നാണ് ഞാൻ വരുന്നത്. 2018 മെയ് 9-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുൻപ് 2 പ്രാവശ്യം ഈ അൾത്താരയിൽ കയറി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ പറയുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 14-ാമത്തെ തവണ പുതുക്കിയപ്പോഴാണ് വീണ്ടും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ്, രോഗസൗഖ്യങ്ങളായിട്ടാണ് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് പ്രദാനം ചെയ്തത്. 35 വർഷം പഴക്കമുള്ള ഫൈബ്രോയിഡ്, ഞാൻ എല്ലാ വർഷവും ഒരു 4-5 വർഷം വരെ അത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നീട് 2008-ലാണ് ഈ വിശുദ്ധ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ ചെക്ക് ചെയ്യാൻ പോകാത്തൊരു സിറ്റുവേഷനായി. കാരണം പരിശുദ്ധ അമ്മ നമുക്കെല്ലാം തരും. അന്ന് ഉടമ്പടിയൊന്നും തുടങ്ങിയിട്ടില്ല, എങ്കിലും നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് കടന്നു പോകാൻ പിന്നെ ശ്രദ്ധിക്കാതെയായി. പക്ഷെ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായി, പെയിനായി. അപ്പോഴും ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എനിക്ക് സൈത്ത് തന്നിട്ട് പറഞ്ഞു, വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഭാഗത്ത് വടിവയറിൽ പുരട്ടുക എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആ ശ്രദ്ധയില്ല. കാരണം പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ നിൽക്കുന്ന എനിക്ക് സൗഖ്യം തന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം വന്നു. അതിന് ശേഷം ഞാനിവിടെ സാക്ഷ്യം വന്നതിനായിട്ട് ഇവിടെ വൈദികനടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് പോരാ, റിപ്പോർട്ട് വേണം. പക്ഷേ ഈ റിപ്പോർട്ടിന് പോകാൻ എനിക്ക് വീണ്ടും ഒരു ഭയം. കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണത്. അതങ്ങനെ നിന്ന സമയത്ത് വീണ്ടും എനിക്കെൻ്റെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. തൊണ്ടയിൽ ഒരു വലിയ പെയിൻ വന്നു. അത് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു ഗാനസന്ധ്യ നടത്തിയപ്പോൾ ഹൈ പിച്ചെടുത്ത് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും പിച്ചെടുക്കാൻ പറ്റാത്തൊരാളാണ്. പക്ഷേ എൻ്റെ തൊണ്ട പൊട്ടി. എൻ്റെ വോക്കൽ കോഡിന് അത് സാധാരണ ഒരു അസിഡിറ്റി ആയിട്ടല്ല, അൾസർ രൂപത്തിൽ വന്നു. പക്ഷേ എനിക്കൊരു 3 മാസം വോയിസ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു പോയി. ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കതുപോലും പറയാൻ പറ്റുന്നില്ല. അച്ഛൻ അപ്പോഴും എനിക്ക് അച്ഛൻ തന്നെ പുരട്ടി തന്നു. വിശ്വാസപ്രമാണം ചൊല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അതും അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് സാക്ഷ്യം പറയണമെങ്കിൽ തെളിവ് വേണം. ഒരു ദിവസം എനിക്കിതുപോലെ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്, എനിക്ക് വോമിറ്റിങ്, മോഷൻ പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇതിങ്ങനെ വെച്ചാൽ പോരാ, മമ്മി ഒന്ന് ഡോക്ടറെ കാണണം. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് എത്ര വർഷമായി, ഫൈബ്രോയിഡ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 35 വർഷമായല്ലോ ഡോക്ടറെ, എന്നൊന്ന് ചെക്ക് ചെയ്യാം, ഒരിത്തിരി പ്രോബ്ലം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല, കാരണം പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറമേ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അത് പോരാ, എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡോക്ടർ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഡോക്ടർ എഴുതണ്ട, അപ്പം എനിക്കത് സാക്ഷ്യം പറയാനുള്ളതാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന കുട്ടി നമ്മുടെ കൃപാസനത്തിലെ ഒരു പ്രേക്ഷിതയാണ്. ആ കുട്ടി വേഗം എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനൊരു സംഭവമില്ലല്ലോ. അതായത് ഒരു 4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു 4-5 മുഴകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത്ഭുതകരമായിട്ട് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ ഉടമ്പടി തൈലം സൈത്ത് പുരട്ടലിലൂടെ എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഇനി ഞാനതിന് റെക്കോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് അൾസറിൻ്റെ ഈ വിഷയം എനിക്കുണ്ട്. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, പള്ളിയിൽ പോയി കഴിഞ്ഞ് എനിക്കൊന്ന് പാടാൻ ബുദ്ധിമുട്ട്. ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ വോക്കൽ കോഡിൽ വീണ്ടും ഒരു സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുക, 3 മാസം വോയിസ് റെസ്റ്റൊക്കെ എടുത്തതല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാറലായിരുന്നു എൻ്റെ സൗണ്ടിന്. എനിക്ക് ഒത്തിരി സ്വരത്തിൽ സംസാരിക്കാം. പൂർണ്ണമായിട്ടും ഈ സൗഖ്യം എനിക്ക് തന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, രോഗിയെ സൗഖ്യപ്പെടുന്ന യേശുവിൻ്റെ വചനമാണ് നമ്മളെല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് പോലെ എന്നെയും സൗഖ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കാത്തൊരു കാര്യം, എനിക്കൊരു 25 വയസ്സുള്ള കാലം മുതൽ തൈറോയിഡ് പേഷ്യൻ്റാണ് ഞാൻ. മരുന്ന് കഴിക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെയുള്ളൊരു അസുഖമാണ്. പക്ഷെ ഞാനിതുവരെ ചോദിച്ചിട്ടില്ല, മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഡോക്ടർ ഈ അടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇനി തൈറോയിഡിനൊന്നും മരുന്ന് കഴിക്കണ്ട, അതെല്ലാം മാറി, ഇനി മരുന്നേ ആവശ്യമില്ല. അങ്ങനെ തൈറോയിഡ് മാറിക്കിട്ടി, എനിക്കതും പൂർണ്ണമായി സൗഖ്യം തന്നു. അതുപോലെ തന്നെ എൻ്റെ 2 ബ്രസ്റ്റിനും നല്ല പെയിനാണ്. പക്ഷെ വീട്ടിൽ ഞാൻ പറയില്ല, കാരണം എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ പറയുന്നുണ്ട്. കൃപാസനത്തിൽ എപ്പോഴും പോകുന്ന ആളല്ലേ, പിന്നെ അവിടെ അത് മതിയല്ലോ. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. പക്ഷേ ഈ ചെക്കപ്പിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വിഷയമില്ലല്ലോ, ഒക്കെ B1 ആണല്ലോ, നോർമൽ സ്റ്റേജ് ആണല്ലോ, ഇനി ഇങ്ങനെ വർഷം തോറും ചെക്കപ്പിനൊന്നും വരണ്ട കേട്ടോ, ഇതിനകത്തൊന്നും ഒരു പ്രോബ്ലം ഇല്ല, ഒരു ചെക്കപ്പിന് ഇയാൾ വരണ്ട. അങ്ങനെ 4 അസുഖങ്ങളാണ് എനിക്ക് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ സൗഖ്യപ്പെടുത്തി എനിക്ക് തന്നത്. അത് എൻ്റെ രോഗസൗഖ്യം മാത്രമാണ്, ബ്ലെസ്സിങ്സ് മാത്രമാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടിയത് ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയാണ്. അതെൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ 3 കെട്ടാണ് വാങ്ങുന്നത്. ഇത് ഞാൻ ബസ്സിൽ കൊടുക്കും. പക്ഷേ ബസ്സിൽ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വളരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മോട് പെരുമാറും. ഡ്രൈവർക്ക് വരെ ഞാൻ കൊടുക്കാറുണ്ട്, കണ്ടക്ടർക്ക് കൊടുക്കും, അടുത്തിരിക്കുന്നവർക്ക്. ചിലപ്പോൾ ബാക്കിലേക്ക് പോയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിലാണല്ലോ, നല്ല തിക്കും തിരക്കുമായിരിക്കും. അപ്പോൾ ഏതാണ്ട് 2 കെട്ട് തീർന്നിട്ടുണ്ടാകും ഞാൻ എൻ്റെ പനങ്ങാട് മാടവനിൽ എത്തുമ്പോൾ. പിന്നെ 1 കെട്ട് എൻ്റെ പള്ളിയിൽ ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എൻ്റെ ബന്ധുക്കൾക്കും
എൻ്റെ സഹോദരങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഒരിക്കൽ ഒരു പത്രം കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്നിട്ട് പറഞ്ഞു, എൻ്റെ ടീച്ചറെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മാതാവ് ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് പണ്ടെൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ഒരു അനുതാപമാണ് തോന്നിയത്. എനിക്ക് എൻ്റെ ഉണ്ടായ ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അനുതാപത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ കടക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ അടുത്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. 15 അമ്മമാരുള്ളതാണ്. ഒരു 10 സിസ്റ്റേഴ്സും ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ദശാംശം കണക്കാക്കി തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കുകയും അത്യാവശ്യം അവരൊന്ന് സഹായിക്കാനും മറ്റു വസ്തുക്കളും ഒക്കെ ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാനൊരു വിൻസെൻഷൻ പ്രവർത്തകയായതുകൊണ്ട് ഒരുപാട് വീടുകൾ സന്ദർശിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോകുന്നതിന് കൂടെ ഒരുമിച്ച് ഞങ്ങൾ കൊടുക്കുന്നൊരു ദത്ത് സഹായമൊക്കെ ഉണ്ട്. അതുകൂടാതെ ഞാൻ ഒറ്റയ്ക്ക് പോകും. കാരണം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അതിനെനിക്ക് കയ്യും കണക്കൊന്നുമില്ല. എനിക്കുള്ളതിൽ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എൻ്റെ ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് എൻ്റെ കൂടുതലുള്ള ദൂർത്തെല്ലാം മാറ്റിയിട്ട് ആഡംബരമൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് പങ്ക് കൊടുക്കാൻ, അതൊക്കെ എനിക്ക് ഈ അനുതാപത്തിലൂടെ ഈ കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ് ഈശോ എനിക്ക് തന്നത്. ആ അമ്മയിലൂടെ കിട്ടിയ വേറൊരു ഗുണം, 4 ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലും. അതെൻ്റെ ജീവിത പങ്കാളി ആദ്യമൊന്നും അങ്ങനെ എന്നെ ശ്രദ്ധിക്കേണ്ടായി. പക്ഷേ അദ്ദേഹത്തിനും ഈ ഇടയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു സഹനമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, സഹനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ എല്ലാ രോഗസൗഖ്യങ്ങളും എനിക്കുള്ള കാരുണ്യപരമായിട്ടുള്ള എൻ്റെ അനുതാപമൊക്കെ തന്നത് ആ വലിയൊരു സഹനത്തിലൂടെയാണ്. അത് ഈശോ ആ സഹനവും പരിശുദ്ധ അമ്മയിലൂടെ എടുത്തു മാറ്റും. ഒരു സാക്ഷ്യം പറയാനുള്ള ഒരവസരം പരിശുദ്ധം എനിക്ക് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ തേൻ, വെഞ്ചരിച്ചെന്ന തേൻ വലിയൊരു ഔഷധമാണ്. ഞാനവിടെ വീടുകളിൽ പോകുമ്പോൾ ഞാനത് കൊടുക്കും. ഞാൻ 2-3 തുള്ളി എടുത്ത് വായിലിട്ട് ഒഴിച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, ടീച്ചറെ മാറിപ്പോയിട്ടോ, ആ രോഗം മാറി എനിക്ക് പിന്നെ വന്നിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ഒരു അച്ഛൻ, ഫാദർ മാത്യു ഡിക്കുഞ്ഞ അച്ഛനൊരിക്കൽ ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലവരൻ അച്ഛനെ കാണാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനതെടുത്ത്, അച്ഛൻ ഞാൻ പുരട്ടിക്കോട്ടെ, കാരണം വൈദികരാകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ചോദിക്കാണ്ട് തൊടാൻ പാടില്ല. വിശുദ്ധിയോടുകൂടി ഞാനത് തൊട്ട് പുരട്ടിക്കോട്ടെ. അച്ഛൻ പറഞ്ഞു പുരട്ടിക്കോ ടീച്ചർ തൊട്ടോ. പക്ഷേ പിറ്റേ ദിവസം അച്ഛൻ്റെ വിവരം അറിയാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഭയങ്കര ഹീലിംഗ് ആണ് കേട്ടോ ടീച്ചറെ, വിട്ടുമാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിൽക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് തരുന്ന കൃപകൾ തന്നെയാണ്. അതിലേറെ എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും ദിവ്യബലിയിൽ എനിക്ക് 20 മിനിറ്റ് നടന്നു പോകണം. പക്ഷെ എനിക്ക് വണ്ടിയില്ല, വണ്ടി ഓടിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പം ഞാനൊരു പരാതി എപ്പോഴും പറയും, എനിക്ക് പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചില്ലല്ലോ. പക്ഷേ ഇന്നലെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൊരു കാര്യം കേട്ടു, കാറുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വരാം, കാറില്ലാത്തതുകൊണ്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതല്ല ഒരു മാനദണ്ഡമല്ലത്, നിങ്ങൾ നടന്നു പോവുക, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. അപ്പോൾ ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അനുതാപം തോന്നി. എൻ്റെ ജീവിത പങ്കാളിയോട് പരാതി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പരാതി പറയില്ല, എൻ്റെ 2 കാലിനും തേയ്മാനമുണ്ട്. പക്ഷേ ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ ഇടത് കാലിന് രോഗസൗഖ്യത്തിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും തേയ്മാനം മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വലത് കാലുണ്ട്, അത് ഈശോ എനിക്ക് എൻ്റെ സഹനം കൂടുമ്പോൾ ഈശോ എനിക്ക് പരിശുദ്ധം എനിക്ക് തരുമെന്ന് എനിക്കറിയാം. കൂടാതെ വചനത്തിലേക്ക് എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും, അച്ഛാ എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറയും. പക്ഷേ ഞാൻ വായിക്കുന്ന വചനം അരമണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ഇരുന്നങ്ങ് പറയും, വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വചനം വായിക്കാനുള്ള കൃപയും കൂടി എനിക്ക് ഈശോ തന്നിട്ടുണ്ട്, പരിശുദ്ധമ്മ തന്നിട്ടുണ്ട്. ആത്മീയമായിട്ട് എൻ്റെ കുടുംബം ഒത്തിരി പ്രാർത്ഥനയിലാണ്. അതാണ് എനിക്ക് രോഗസൗഖ്യത്തെക്കാളൊക്കെ ഏറെ ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് നിത്യജീവനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് നിത്യജീവൻ അവകാശമാക്കുക. അച്ഛനത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഇതൊക്കെ വിട്ടുപോകും, ഭൗതികമായിട്ടുള്ള നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ 2:5 പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അപ്പം അതിലെല്ലാം കടന്നു വന്നപ്പോൾ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടി എനിക്ക് അനുതാപം തന്നു. എനിക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട്, കൊന്തയെല്ലാം പറ്റുന്നുണ്ട്. ദിവ്യബലി അർപ്പണത്തിലൂടെ എനിക്ക് ഒത്തിരി കൃപകൾ ഈശോ തരുന്നുണ്ട്.
ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ